ഒച്ചപ്പാടുണ്ടാക്കില്ല, ഒരു നോമ്പറോട് വെച്ചാ പോരെ. ആരൊക്കെ വിളിച്ചോണ്ട് എനിക്കൊരു പിടുത്തൂല്ല കേട്ടോ. വിളിച്ചോണ്ടവരൊക്കെ ഞാൻ പറഞ്ഞു ഞങ്ങളെ ഫോൺ എടുത്തുകൊണ്ട് അതിൽ കുത്തിക്കോളി. അങ്ങനെയാണ് എന്റെ കുടുംബക്കാരെ ആദ്യം വിളിച്ച. റഫീഖും കുടുംബം എന്തായാലും വേണം. റഫീഖിന് പെണ്ണുങ്ങൾ എന്തായാലും വിളിച്ചാൽ പറ്റില്ല, സമ്മതിച്ചില്ല. റഫീഖിന് പെണ്ണുങ്ങൾ ഓല് വലിയ തൊലിച്ച് ഒരു അത്രയും വലിയ പേരുണ്ടാക്കിയിട്ട് കുടിക്കൽ നമ്മൾ വിളിച്ചോ. അതുകൊണ്ട് നമ്മളെ പരിപാടിക്ക് ഓലും വിളിച്ചണ്ട. ശരിയോ വേണ്ട. ഫാത്തിന് കുട്ടികളെ വിളിച്ചാലോ? ഫാത്തിനെ വിളിച്ചാൽ നിങ്ങൾ ഒറ്റക്കടി നോമ്പർ നടത്തിക്കോളി. ഞാൻ ഉണ്ടാവില്ല, ഞാൻ എന്റെ വരികട് പോകും. പിന്നെ ഓളെ ചെറുതിന് മുടിയിലേക്ക് നമ്മളെ വിളിച്ചില്ല. ചെറിയ പരിപാടിയല്ലേ? എന്ത് ചെറിയ പരിപാടി? എന്താണെങ്കിലും നമ്മളെ വിളിച്ചിട്ടില്ല. അതിന് ഞാൻ നല്ല പിരാക്കിക്കണം. കുട്ടിക്ക് ഇപ്പോഴും മുടിയില്ല. ഇനിയിപ്പോ ഓളും വേണ്ട. രാധാകൃഷ്ണ കുടുംബമാണ്, ഓന്റെ അടുത്ത ചെങ്ങായിയാണോ, അല്ലാതെ പറ്റൂല. സുബ്ഹാനെ, രാധാകൃഷ്ണനോ? മനസ്സാ മൂപ്പർക്ക് ഇപ്പോഴും പിരാന്തുണ്ട്. മൂപ്പർ ഇപ്പോഴാ സൈക്കാളജിസ്റ്റിനെ കാണാൻ പോക്കുന്നത്. നിങ്ങൾക്ക് അറിയില്ലേ? പരിപാടിന്റെ ഇടയിലേറ്റ് മൂപ്പർക്ക് ഇളകിയ പരിപാടി ആകെ കൊളവും. ശരി, എന്റെ കുടുംബക്കാരും കമ്പനിക്കാരും നമുക്ക് പറ്റില്ല. എന്നാ ആരെ വിളിച്ചോണ്ട് പറയാം? ആരെ വിളിച്ചിട്ടുണ്ടായി ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് റെജിനെയും കുട്ടികളും വിളിച്ചണം. അല്ലെങ്കിൽ വേണ്ട. റെജിന്റെ അൽവാസിനോട് ഒരു കല്യാണം ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ഒരു വാക്ക് പറഞ്ഞില്ല. റെജിൻ കുട്ടികളെ എന്തായാലും വേണ്ട. കുഞ്ഞുട്ടിനും കുടുംബത്തിന് എന്തായാലും വിളിച്ചണം. കുറെ കാലമായി ഓളും കുട്ടികളൊക്കെ ഒന്ന് കണ്ടിട്ട്. അല്ലെങ്കിൽ വേണ്ട. ഓളോടന്ന് കല്യാണത്തിന് പോലെ പുള്ളിച്ചാൾ വെച്ചിട്ടുള്ള തന്നില്ല. ഓള് വലിയ ആള്. ഓളെ വിളിച്ചിട്ടാ. ഓളും വേണ്ട നമ്മളെ പരിപാടിക്ക്. ഓള് വലിയ പുളിച്ചി. അനക്ക് തൊലിച്ചും വിളിച്ചല്ലാത്ത ആരെങ്കിലും നിങ്ങളെ